ഇസ്ലാമിക കാഴ്ചപ്പാടിൽ മനുഷ്യൻ സമ്പത്തിൻ്റെ ഉടമ താൽക്കാലികം മാത്രമാണ്. അൽ മാലു മാലുല്ലാഹി വൽ ഇൻസാനു മുസ്തഖലഫുൻ ഫീഹി. സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്, മനുഷ്യൻ അത് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവനാണ്. അപ്പോൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി നഷ്ടപ്പെടുന്നതോടുകൂടി സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമയിലേക്ക് സമ്പത്ത് തിരിച്ചു പോകും, ഉടമസ്ഥതയിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ആഫിയത്തോടു കൂടി ഇരിക്കുമ്പോൾ എൻ്റെ സമ്പത്ത് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാനാണത് കൈകാര്യം ചെയ്യുക. ഞാൻ മരിച്ചു, പിന്നെ അതിന് സമ്പത്ത് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഓണർ, അടിയാധാരം എന്ന് പറയും. യഥാർത്ഥ ഓണർ ആരാണ്? അള്ളാഹു ആണ്. ഞാൻ ഈ ദുനിയാവിലേക്ക് വരുമ്പോൾ ഒരു സമ്പത്തും കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ മരിക്കുന്നതോടുകൂടി പിന്നെ അള്ളാഹുവിൻ്റെതായി മാറി. പിന്നെ അത് ആരുടേതാണെന്ന് അള്ളാഹു ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വീതിച്ചാലും ശരി, നമ്മൾ വീതിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി. ഉദാഹരണം പറയാം, ഞാനിപ്പോൾ മരിച്ചാൽ എൻ്റെ സ്വത്തിൻ്റെ 8/1 എൻ്റെ ഭാര്യയുടേതായി കഴിഞ്ഞു. എനിക്ക് 8 തെങ്ങുണ്ടെന്ന് വിചാരിക്കുക. ആകെ 8 തെങ്ങേ ഉള്ളൂ എനിക്ക്. അതിൽ ഒരു തെങ്ങ് എൻ്റെ ഭാര്യയുടേതായി മാറി. എൻ്റെ മക്കളൊക്കെ കൊടുത്തില്ലാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ബന്ധുക്കൾ സമ്മതിച്ചില്ലാന്ന് വിചാരിക്കുക. അതിനർത്ഥം അവളുടെ ധനം അവൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇവർ തടഞ്ഞു എന്നാണ്. ഈ ബോധം പലർക്കും ഇല്ല. അതുകൊണ്ട് മഹാന്മാർ ജീവിച്ചിരുന്ന കാലത്ത് ഒരു മഹാന്റെ ഭാര്യ ചപ്പാത്തിക്ക് പൊടി കുഴച്ചുകൊണ്ടിരിക്കെ ഭർത്താവ് മരിച്ചു എന്ന വിവരം വന്നു. ഉടനെ ആ കൊഴിച്ചുകൊണ്ടിരിക്കുന്ന പൊടി മാവ് ആ സ്ത്രീ അങ്ങോട്ട് മാറ്റി വെച്ചെന്ന അവർ പറഞ്ഞത്രേ, ഇതുവരെ എനിക്ക് ഭർത്താവിൻ്റെത് ആയതുകൊണ്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടത്തോടെ ചെയ്യാനുള്ള അനുവാദം ഭർത്താവിൻ്റെതായതുകൊണ്ട് ഉണ്ടായിരുന്നു. ഇനി ഇതിൽ എനിക്ക് 8/1 മാത്രമേ ആ അവകാശമുള്ളൂ. ഇതിന് അവകാശികൾ മറ്റുള്ളവരുമായി. സൂക്ഷ്മതയാണ് പറയുന്നത്. ഇപ്പൊ ഈ അടുത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, ആ കേസുമായിട്ട് വന്നപ്പോൾ ഉപ്പാന്റെ സ്വത്ത് കോടികൾ ഉള്ള സ്വത്താണ്. വാപ്പ മരിച്ച് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉമ്മ മരിച്ചു, എന്നിട്ട് സ്വത്ത് വീതം വെച്ചിട്ടില്ല. ഈ ഉമ്മക്ക് ഇവർ ഒരു നയാ പൈസ കൊടുത്തിട്ടില്ല. 80 ലക്ഷത്തിന്റെ സ്വത്ത് വാപ്പാക്ക് ഉണ്ടായിരുന്നെങ്കിൽ 10 ലക്ഷം ഈ ഉമ്മാക്ക് ഉണ്ടായിരുന്നു. ഈ ഉമ്മാക്ക് ഒരു ഹജ്ജ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകുമെങ്കിൽ പോകാനുള്ള സഭേസ് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഉംറ ചെയ്യാമായിരുന്നു, അതിന് സദക്ക ചെയ്യാമായിരുന്നു. അതിൻ്റെ സ്വന്തമായ പല ആവശ്യങ്ങൾക്കും ആ പൈസ ഉണ്ടായിരുന്നു. അതിലൊരു നയാ പൈസ അനുഭവിക്കാതെ ഉമ്മ മരണപ്പെട്ടു. ഞാൻ അവരോട് പറഞ്ഞു, ഇതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾക്കാണ്. അള്ളാൻ്റെ മുമ്പിൽ ഈ ഉമ്മാക്ക് കൊടുക്കാതെ സ്വത്ത് അനുഭവിച്ച, ഉപയോഗിച്ച, തടഞ്ഞു വെച്ച കുറ്റം നിങ്ങൾ അള്ളാൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടിയിരുന്നു. മരിച്ചുപോയി, പൊരുത്തപ്പെടിക്കാനും കൂടി പറ്റൂല.